ഇപ്പോൾ ഏകദേശം 28,000 ഇന്ത്യൻ മണി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ പൈസ എനിക്ക് ഈ പൈസ ജനസേവനത്തിനായിട്ട് നമുക്ക് വിനിയോഗിക്കാം. അപ്പോൾ നിങ്ങൾ പറയുക ഇതെന്ത് ചെയ്യണം, ആർക്ക് എവിടെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യാം. അർഹതപ്പെട്ട ആർക്കെങ്കിലും നമുക്ക് ഇത് നൽകാം. ഹലോ, നമസ്കാരം. വീണ്ടും കുറച്ച് കുപ്പികളുമായിട്ട് ഇറങ്ങിയതാണ്. മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് ഏകദേശം 1 മില്യൺ ആൾക്കാർ ആ വീഡിയോ കണ്ടു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും മോശമായിട്ടും കളിയാക്കിയും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ വകവയ്ക്കാറില്ല. എന്തു തന്നെയായാലും നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വീണ്ടും കുപ്പി കുറേ കിട്ടി. ആ കുപ്പി എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്ത് ഈ മെഷീനിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണിത്. ഇങ്ങനെ നമ്മൾ ഇവിടെ ഉത്തരവാദിത്വ ബോധങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ റെസിപ്റ്റ് ഈ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടും. അതല്ല, നമുക്ക് അവിടെ സാധനങ്ങൾ വേണമെങ്കിൽ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഈ റെസിപ്റ്റ് കൊടുത്താൽ മതി. ക്യാഷിന് പകരമായിട്ട് അവരത് കണക്കാക്കി എടുക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് കളിയാക്കുന്നവരോട് എനിക്ക് എതിരഭിപ്രായങ്ങളൊന്നുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവരുടെ നിയമങ്ങളൊക്കെ പാലിച്ച് ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്വ ബോധത്വങ്ങളൊക്കെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ കുപ്പി വേണമെങ്കിൽ നമുക്ക് വേസ്റ്റ് ബിന്നിലിടാം. ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടത്തില്ല. ഇന്ന് മാത്രം വിറ്റ പൈസയാണ് കണ്ടത്. 32 യൂറോ ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് നമ്മൾ കുപ്പി വിറ്റേൻ്റെ ക്യാഷാണിത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന എല്ലാ പൈസയും ഒന്നും എടുത്തിട്ടില്ല. അത് ഇതിൽ പേഴ്സിലാണ് കൊണ്ടിട്ടുന്നത്. അത് ഇന്ന് ഓപ്പൺ ചെയ്ത് കൗണ്ട് ചെയ്യുകയാണ്. കൗണ്ട് ചെയ്തതിന് ശേഷം പറയാം ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ പൈസ ഏകദേശം യൂറോയാണ്. ഇത്രയും ക്യാഷ് ഉണ്ട് നമുക്ക്. കുറേ പൈസ ഉള്ളതുകൊണ്ട് കൗണ്ടിങ്ങിന് മോനോട് കൂടിയിട്ടുണ്ട്. അവനെ കൂടെ നമുക്ക് ഒപ്പം വരുത്തി ഞങ്ങൾക്ക് രണ്ടുപേരുടെ കൗണ്ട് ചെയ്ത് ഇപ്പം തന്നെ പറയാം എത്രയുണ്ടെന്നുള്ള പൈസ. ഈ ബോട്ടിൽ ശേഖരിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ എനിക്കത് വേസ്റ്റ് ബിന്നിൽ ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ അത് ഞെരിഞ്ഞമർന്ന് വേസ്റ്റിനകത്ത് പോവും. അത്ര തന്നെ. മറ്റ് പ്രയോജനങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. ഇത് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിത് ശേഖരിച്ച് ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്ര ഉപകാരങ്ങൾ നമുക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. 40, 50, 60, 70, 80, 90, 100, 100. ഫൈനലി നമ്മൾ പൈസ കൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം എത്രയുണ്ടെന്നുള്ളത്. 20, 40, 50, 60, 70, 80, 90, 100, 1, 2, 3, 4, 5, 8, 9, 10, 11, 12, 13, 130, 140, 42, 42 കിട്ടും. അപ്പോൾ എല്ലാം കൗണ്ട് ചെയ്ത് നമുക്ക് 260 യൂറോയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 26,000 28,000 രൂപയോളുണ്ട് ഇന്ത്യൻ മണി. ഇത്ര ചെറിയ സേവിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സമ്പാദിക്കാൻ കഴിയുന്നത്. ഇതിനെ എത്ര നിസ്സാരമായിട്ട് കാണുന്നത്. ചില ദിവസം 1 യൂറോ ആയിരിക്കും കിട്ടുന്നത്, ചില ദിവസം 5 യൂറോ, ചില ദിവസം 10 യൂറോയുടെ കുപ്പി കാണും. അത് നമ്മൾ ഇതുപോലെ സേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൈസ കിട്ടും. ഇപ്പോൾ ഏകദേശം 28,000 ഇന്ത്യൻ മണി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ പൈസ എനിക്ക് ഈ പൈസ എന്തെങ്കിലും എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സേവിങ് മാത്രമാണ്. രണ്ടാമത്തെ പ്രകൃതിയെ സംരക്ഷിക്കുക. അതിനാണ് അവർ ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുപ്പി അവിടെ കൊണ്ട് അവരുടെ ഡിപ്പോസിറ്റ് മെഷീനിൽ ശേഖരിക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരുന്ന പൈസയാണ്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ സ്വീകരിക്കുക. ഈ പൈസ ജനസേവനത്തിനായിട്ട് നമുക്ക് വിനിയോഗിക്കാം. അപ്പം നിങ്ങൾ പറയുക ഇതെന്ത് ചെയ്യണം, ആർക്ക് എവിടെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യാം. അർഹതപ്പെട്ട ആർക്കെങ്കിലും നമുക്ക് ഇത് നൽകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ 28,000 രൂപ ഉണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.